മുണ്ടക്കയം വണ്ടൻപതാൽ തേക്കിൻകൂപ്പിൽ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ വണ്ടൻപതാൽ തേക്കിൻകൂപ്പിന് സമീപത്തായി കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാട്ടുപോത്തിന് വെടിയേറ്റതായും പറയപ്പെടുന്നു. ഇപ്പോൾ കാട്ടുപോത്തിന്റെ ജഡം ടാർപോളിൻ ഉപയോഗിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മറച്ചിരിക്കുകയാണ്. രാവിലെ നാട്ടുകാരാണ് കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. കാട്ടുപോത്തിന് വെടിയേറ്റതായി പറയപ്പെടുന്നതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും. കഴിഞ്ഞ വർഷവും മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ ഈ ഭാഗത്തിന് സമീപത്തായി തീർത്ഥാടന വാഹനം ഇടിച്ച് കാട്ടുപോത്ത് ചത്തിരുന്നു. മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം പതിവാണ്. മുൻപും ഈ പ്രദേശങ്ങളിൽ നാട്ടുകാർ കാട്ടുപോത്തിനെ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. അസംബനി, പശ്ചിമ അടക്കമുള്ള മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം പതിവാണ്. ഇവിടുത്തെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുമുണ്ട്. ജനനിബിഡമായ പ്രദേശമാണ് വണ്ടൻപതാൽ മേഖല. വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ഓഫീസിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് സമീപത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയാണ്. കൂടാതെ പ്രധാന ശബരിമല പാത കൂടിയാണ് ഇത്. അയ്യപ്പഭക്തർ എരുമേലിയിൽ എത്താതെ നേരിട്ട് പമ്പയിലേക്ക് കടന്നുപോകുന്ന പ്രധാന തീർത്ഥാടന പാതയാണിത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇപ്പോൾ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വെടി ഏറ്റിട്ടുള്ളതായാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് ഉന്നത അന്വേഷണവും നടത്തേണ്ടതുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.